നമസ്കാരം. റാഫ്റ്റർ ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ നാളെ റയൽ മാഡ്രിഡ് മാഞ്ചസ്റ്റർ സിറ്റിക്കെതിരെ കളിക്കുകയാണ്. റയൽ മാഡ്രിഡിൻ്റെ മൈതാനത്ത് സാന്റിയാഗോ ബെർണാബുവിൽ നാളെ പുലർച്ചെ എന്ന് പറയുമ്പോൾ സാങ്കേതികമായിട്ട് മറ്റന്നാൾ പുലർച്ചെ, നാളെ രാത്രിയാണ് കളി. നമുക്ക് മറ്റന്നാൾ പുലർച്ചെ 1:30 ഈ കളി നടക്കുന്നത്. ഈ മത്സരത്തിനുള്ള സ്ക്വാഡ് റയൽ മാഡ്രിഡിനെയും പ്രഖ്യാപിച്ചിട്ടില്ല. പലപ്പോഴും നമ്മൾ കാണാറുള്ളത് കളിയുടെ തലേ ദിവസം പ്രഖ്യാപിക്കുന്നതാണ്. എന്നാൽ ചിലപ്പോൾ ഹോം മത്സരങ്ങൾ ഉണ്ടാകുമ്പോൾ കളിയുടെ അന്ന് രാവിലെയൊക്കെ പ്രഖ്യാപിക്കുന്നതും കാണാറുണ്ട്. ഇപ്പോൾ റയൽ മാഡ്രിഡിൻ്റെ സ്ക്വാഡ് പ്രഖ്യാപനം വൈകാനുള്ള കാരണം സ്പാനിഷ് മാധ്യമങ്ങൾ പുറത്തുവിടുന്നുണ്ട്. അതിലവർ പറയുന്നത് കിലിൻ എംബാപ്പെ കാരണമാണ് ഇത് വൈകുന്നത്. എംബാപ്പയ്ക്ക് മസിൽ ഡിസ്കംഫർട്ട് ഉണ്ട് എന്ന വാർത്ത നേരത്തെ തന്നെ പുറത്തേക്ക് വന്നതാണ്. നമ്മളത് നിങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ സാബി അലോൺസോ അത് സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം ഇതാണ്: സാബി അലോൺസോ വിൽ അനൗൺസ് ദി സ്ക്വാഡ് ലിസ്റ്റ് ടുമാറോ. നാളെയാണ് അദ്ദേഹം സ്ക്വാഡ് അനൗൺസ് ചെയ്യുകയുള്ളൂ. റയൽ മാഡ്രിഡ് വിൽ വെയിറ്റ് അണ്ടിൽ ദി ലാസ്റ്റ് മിനിറ്റ് ടു സീ ഇഫ് കിലിൻ എംബാപ്പെ ക്യാൻ ബി ഇൻക്ലൂഡഡ് ഇൻ ദി ലിസ്റ്റ്. സ്ക്വാഡിൽ എംബാപ്പയെ ഉൾപ്പെടുത്താൻ പറ്റുമോ എന്നുള്ളത് അവസാന നിമിഷം വരെ റയൽ മാഡ്രിഡ് ഒറ്റ നോക്കുകയാണ്. അതിനുശേഷം അവസാനം വരെ വെയിറ്റ് ചെയ്യും അദ്ദേഹത്തെ കളിപ്പിക്കാൻ പറ്റുമോ എന്നുള്ളത്. അദ്ദേഹം കളിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ഇഞ്ചുറി കൂടുതൽ വഷളാവാനുള്ള സാധ്യതയുണ്ട് എന്നുകൂടി റിപ്പോർട്ടിലുണ്ട്. അപ്പോൾ റിസ്ക് തന്നെയാണ്. ആ റിസ്ക് എടുക്കുമോ സാബി അലോൺസോ എന്നാണ് ഇനി അറിയേണ്ടത്. സാബി ഈ വിഷയത്തിൽ ഇന്ന് മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത്, സിറ്റിയെ നേരിടുന്നതിനെക്കുറിച്ചും എംബാപ്പയുടെ പരിക്കിനെ കുറിച്ചൊക്കെ പറഞ്ഞത്, ഈ ഒരു മത്സരം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു അവസരമാണ്. എംബാപ്പയുടെ കാര്യത്തിൽ കുറച്ച് സംശയങ്ങളുണ്ട് കളിക്കുമെന്നുള്ളതിൽ. പക്ഷേ ഡെഫിനറ്റ്ലി എനിക്കൊരു കാര്യം പറയാൻ പറ്റും: ഡോണ്ട് വാണ്ട് ടു റിസ്ക് ഹിം, ബട്ട് വി ഡെഫിനറ്റ്ലി ഡോണ്ട് വാണ്ട് ടു റിസ്ക് ഹിം. അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ ഒരു റിസ്ക് എടുക്കാൻ ഞങ്ങളിപ്പോൾ എന്തായാലും തയ്യാറാവുന്നില്ലെന്ന് പറഞ്ഞത്. അതായത് പരിക്ക് വഷളാവുന്ന സ്ഥിതിയൊക്കെ ഉണ്ടെങ്കിൽ എംബാപ്പയെ കളിപ്പിക്കില്ല എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. പിന്നെ അദ്ദേഹം പറയുന്നു ഗാർഡിയോളയാണ് മറുഭാഗത്ത്. കഴിഞ്ഞ 20 കൊല്ലക്കാലത്തിനിടയ്ക്കുള്ള ഏറ്റവും മികച്ച കോച്ചാണ് അദ്ദേഹം. ഞങ്ങൾക്ക് ഒരുമിച്ച് മ്യൂണിക്കിൽ സ്പെൻഡ് ചെയ്ത സമയം അത് വളരെ മികച്ചതായിരുന്നു എന്നുകൂടി ഇപ്പോൾ സാബി അലോൺസോ പറയുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ കമവിംഗയുടെ കാര്യത്തിൽ അദ്ദേഹം കളിച്ചേക്കില്ല എന്ന റിപ്പോർട്ട് നേരത്തെ തന്നെ വന്നിട്ടുണ്ട്. സ്ക്വാഡ് പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും അദ്ദേഹത്തിന് പരിക്കാണെന്നുള്ളത് പല സ്പാനിഷ് മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിന് പിന്നാലെയാണിപ്പോൾ എംബാപ്പയുടെ കാര്യത്തിൽ വലിയ സംശയം വരുന്നത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സിൻ്റെ എത്താം.